പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ക്രിസ്തു. തൻ്റെ ഏകജാതനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവനിലുള്ള വിശ്വാസം വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് ക്രിസ്തു പീഡ സഹിച്ച് കുരിശിൽ മരിച്ചത്. അങ്ങനെ ദൈവം തൻ്റെ അനന്ത കരുണ ഈശോയുടെ കുരിശുമരണത്തിലൂടെ വെളിവാക്കി. ഉദ്ധിതനായ ക്രിസ്തു പാപമോചനത്തിൽ വെളിവാക്കപ്പെടുന്ന ദൈവകരുണ നിലയ്ക്കാതെ പ്രവഹിക്കാൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. അങ്ങനെ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം നിലയ്ക്കാതെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇന്നും എന്നേക്കും. നമുക്ക് കുമ്പസാരത്തിലൂടെ പാപമോചനമായി ഒഴുകിയിറങ്ങുന്ന ദൈവകാരുണ്യത്തിൽ പൂർണ്ണമായും ശരണപ്പെടാം. കുമ്പസാരം വഴി പാപമോചനം സ്വീകരിച്ച് ദൈവകരുണ ആസ്വദിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.